ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹുക്ക് സെറ്റ് കിട്ടും കേട്ടോ. ആ ഒരു 6 ഹുക്ക് വെച്ചിട്ട് നമ്മളെപ്പോഴും തീറ്റിടുന്ന ഒരു സെറ്റിൽ അത് കെട്ടിയെടുക്കണ വീഡിയോ ആണെന്ന്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ മെയിൻ സാധനം നമ്മുടെ ഹുക്ക് കേട്ടോ. ഹുക്ക് ഇതിൻ്റെ സൈസ് 14 ഹുക്കിൻ്റെ സൈസ് കേട്ടോ. പിന്നെ നമുക്ക് ഈര വേണം. ഈര നോക്കിയാൽ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 3 അണി വെച്ചിട്ട് നമ്മൾ അടിച്ച് ചുറ്റിയെടുത്ത് കേട്ടോ. ഇങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈരയുടെ സൈസ് ഈര 30 mm കേട്ടോ, 30 mm. പിന്നെ നമുക്ക് ബ്രൈഡ് വേണം. ബ്രൈഡ് നോക്കിയാൽ ഞാൻ ഇതും ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. വെട്ട് കത്തിയുമ്പോൾ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല മരത്തിന് എന്തെങ്കിലുമൊക്കെ ചുറ്റിയാൽ മതി. ഇതും ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാലമുത്ത് വേണം കേട്ടോ. കേട്ടോ, ഇത് വലിപ്പമുള്ളൊരു മാലമുത്ത്. പിന്നെ ഇതേപോലെ 2 കമ്പി വേണം മടക്കിയെടുത്ത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കൊക്കി പോലെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു 2 കമ്പി. പിന്നെ ഒരു കത്തര, ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ പ്ലെയർ വേണം. പ്ലെയർ എന്തിനാന്ന് വെച്ചില്ലേ, നമ്മുടെ ഈ ഹുക്ക് ഉണ്ടല്ലോ, ഈ ഹുക്ക് നമ്മൾ മേടിക്കുമ്പോൾ ഈ ഹുക്കിൻ്റെ തുമ്പ് ഭാഗം ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുക, ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുക. അതിന് ഇങ്ങോട്ട് നിവർത്തണം കേട്ടോ. വേണ്ട, നമ്മൾ ഈ പ്ലെയർ ഇങ്ങനെ ഇട്ട് പിടിച്ചിട്ടേ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ നിവർത്തി കൊടുക്കണം പുറത്തേക്ക്. ഉള്ളിലേക്ക് ഇരിക്കാൻ പാടില്ല, പുറത്തേക്ക് ഇരിക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം പുറത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകൾ നമ്മളത് കെട്ടിയിട്ട് നമ്മളിങ്ങനെ തീറ്റയുടെ ഉള്ളിൽ വെച്ചെടുക്കുമ്പോഴേ മീനുകളൊന്ന് കാരി നിൽക്കുമ്പോൾ ഹുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഹുക്കാവില്ല കേട്ടോ. ഇതിഞ്ഞ് എല്ലാ ഹുക്കും ഇതേപോലെ എടുക്കണം. ഇതിങ്ങനെ കേട്ടോ. അപ്പം നമ്മളെ ഹുക്ക് കണ്ടോ ഇങ്ങനെ വരണത് കണ്ടോ, ഇതിൻ്റെ തുമ്പ് കണ്ടോ ഉള്ളിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മെല്ലെ, അതായത് പ്ലെയർ ഇട്ട് പിടിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത് കണ്ട. കുറച്ച് കുടി വരാണ്ടത് അത്യാവശ്യം വരണം കേട്ടോ. ഉള്ളിലേക്ക് നിൽക്കാൻ പാടില്ല, പുറത്തേക്ക് തന്നെ നിൽക്കണം. അപ്പോൾ പുറത്തേക്ക് കണ്ട. അപ്പോൾ ഇതെന്തിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ലോക്കാവില്ല. ഇതാകുമ്പോൾ പുറത്തേക്ക് നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ലോക്കാവും കേട്ടോ. പിന്നെ എല്ലാ ഹുക്കുകളും ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. 6 ഹുക്കും ഇതേപോലെ ആക്കിയെടുക്കുക. നമ്മുടെ എല്ലാ ഹുക്കും നിവർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഹുക്ക് നിവർത്തിയെടുത്തു. പിന്നെ നമുക്ക് ഹുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ അതിനെ നോക്കിയാൽ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ചവിട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇതൊന്നിങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ള ഇങ്ങനെ ചവിട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാ. കുറച്ച് ഇതിങ്ങനെ കിട്ടണം നമുക്ക് ഇങ്ങോട്ട്. തീരെ കണ്ട ഇങ്ങനെ നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ഇങ്ങോട്ടൊരു 8 ഇഞ്ചൊക്കെ ഉള്ള രീതിയിൽ എടുക്കുക. ഇതിവിടെ ഒരു ചുറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ മടക്കിയിട്ടേ ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് കെട്ടണ പോലെ തന്നെ കേട്ടോ. ഹുക്ക് കെട്ടാറ് ഇങ്ങനെ അവർക്ക് അറിയാം. ഈ ടൈപ്പിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടേ ഉള്ള കെട്ടില്ല കേട്ടോ. നോക്കിയേ, ഇതിങ്ങനെ ഇവിടെ ഒരു 5 ചുറ്റുക. ഒരു 5 ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് പുറകിലേക്ക് ഇവിടെ എടുക്കാം കേട്ടോ. വലിച്ചു കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ഹുക്ക് കെട്ടണ പോലെ തന്നെയാണ്. നോക്കിയേ, സാധാരണ ഹുക്ക് കെട്ടണ പോലെ തന്നെ കെട്ടി കൊടുക്കുക വലിച്ചിട്ട്. ഇവിടെ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കമ്പി ഉണ്ടല്ലോ, ഈ മടക്കിയിട്ടുള്ള കമ്പിയുടെ ഇവിടെ തുമ്പലായിട്ട് കെട്ടി കൊടുക്കണം. ഇവിടെ വേണ്ട, തുമ്പലായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. എന്നിട്ട് ഈ കമ്പിനെ ഇങ്ങനെ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കുറേ വട്ടം തിരിക്കണം കേട്ടോ. ഇങ്ങനെ തിരിക്കുക. ഇടത്തെ ഭാഗത്തേക്ക് കുറേ വട്ടം ഇങ്ങനെ തിരിയണ്ട. തീരെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിരിഞ്ഞു വരും.
ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പിരിഞ്ഞിരിക്കും. ഒരു 10-15 വട്ടമൊക്കെ ആകുമ്പോൾ ഒരുവിധം പിരിഞ്ഞുണ്ടാവും. എന്നിട്ട് നോക്കിയാൽ നമ്മളിതില്ലേ ഇതുകൊണ്ട് നോക്കിയാൽ ഈ ഹൂക്കിൻ്റെ ഇലിട്ട് പിടിക്കുക കേടാ. ഹൂക്കിൻ്റെ ഇലിട്ട് പിടിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നോക്കിയാൽ ഇത് വലത്തോട്ട് തിരിച്ചു കൊടുക്കുക കേടാ. വലത്തോട്ട് തിരിച്ചു കൊടുക്കുക കേടാ. വലത്തോട്ട് നന്നായി ഇങ്ങനെ തിരിക്കുക. ഇവിടെ വരെ തിരിക്കുക. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിരിഞ്ഞ് 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 കയറുണ്ടാവും. ഇവിടെ വരെ എത്ര വരെ തിരിച്ചുകൊണ്ടിരിക്കുക. കേടാ. ഇതാണ് നമ്മുടെ കെട്ടണ പരിപാടി കേട്ടോ. നല്ല രീതിയിൽ പിരിഞ്ഞ് കെട്ടിയിട്ട് നോക്കിയ കേടാ. പിന്നെ നമ്മളിനി ഇതിനെ ഇവിടെ ഒരു കെട്ടിട്ടെടുക്കണ്ട കേട്ടോ. ഇതിലൊരു കെട്ടിട്ടെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൊണ്ടിരിക്കാനേ ഇതിങ്ങനെ നോക്കി ഇങ്ങനെ ഉള്ളി കൂടെ എടുത്തിട്ട് വലിച്ചാൽ മതി, കെട്ടായി കിട്ടും. കേടാ. ഇതോടെ പരിപാടി നല്ല ഇതിൽ പിരിച്ചെടുക്കാം. ഇങ്ങനെ കെട്ടിയെടുക്കണം. നമുക്ക് 6 ഹുക്കൊന്നും ഇങ്ങനെ കെട്ടിയെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കെട്ടിയെടുത്ത ഹുക്ക് കണ്ട അതിങ്ങനെ വരാം കേട്ടോ. തീരെ പിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കണം കേട്ടോ. കണ്ട ഇതിങ്ങനെ വിടരൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ നിൽക്കുള്ളൂ. അതായത് അഴിഞ്ഞ് പോരുന്നില്ല. അല്ല നല്ല ഇതിലിങ്ങനെ പിരിഞ്ഞ് കിട്ടും. ഫ്രണ്ട്സ് അപ്പോൾ ഞാനേ ഓരോന്നും കൂടി കെട്ടണ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, ഈര നമ്മളിങ്ങനെ എടുത്തു. ഈ ഈരനെ നമ്മളിവിടെ ഒന്ന് ചുറ്റി കണ്ടോ. ഇത്രയും എടുക്കുക. നമുക്ക് ഇതിവിടെ നോക്കിയാൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ സാധാരണ കുക്ക് കെട്ടണ പോലെ കുക്ക് കെട്ടറിഞ്ഞവർക്ക് മനസ്സിലായിട്ടുന്നിരിക്കുന്നു. ഇതിവിടെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 ചുറ്റ് 1 2 3 4 5 കണ്ട. എന്നിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. ഇവിടെ ഇങ്ങനെ വലിക്കുക. ഇവിടെ ടൈറ്റായി മുറുകളോ ഇനി ഇത് ഈ കോള ഹുക്കിൻ്റെ വലിക്കും തോറും ടൈറ്റാവോട്ടായി കിട്ടും. ഇങ്ങനെയായി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇവിടെ ചുറ്റിട്ട് കൊടുക്കുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മുടെ കീറുന്ന നോക്കിയാൽ ഈ ഈരയുടെ തുമ്പ് ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുക. ഇങ്ങനെ കെട്ടിയെടുത്തു. എന്നിട്ട് തന്നെ ഇടത്തെ ഭാഗത്തേക്ക് തിരികെടാ. ഇടത്തെ ഭാഗത്തേക്ക് ഒരു 10-15 വട്ടമൊക്കെ ആകുമ്പത്തിനും ഇത് പിരിഞ്ഞ് കിട്ടും. ഒരു ചിലതൊക്കെ 20 വേണ്ടി വരും നീട്ടണനുസരിച്ചാണ്. അപ്പം നോക്കിയാൽ ഈ ഇടത്തെ ഭാഗത്തേക്ക് ഇട്ടാ. ഈ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിയുക കേടാ. തിരിച്ചു കൊടുക്കുക. ഇടത്തെ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇടത്തെ ഭാഗത്ത് നിന്ന് പറയുന്നത് വീഡിയോയിൽ എങ്ങനെ കാണാമെന്ന് അറിയില്ല. ഇടത്തെ ഭാഗം തന്നെ ആവും വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അതിന് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇത് ആദ്യം ഇടത്തെ ഭാഗത്തേക്കില്ലേ ഞാൻ പറയണേ, ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിക്കാൻ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാ. ഈ ഇടത്തെ ഭാഗത്തേക്ക് ആദ്യം തിരിക്കാൻ പറയുന്നത്. കെട്ട് കഴിഞ്ഞിട്ട് ഇടത്തെ ഭാഗത്തേക്ക് ആദ്യം തിരിക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹുക്കിലിട്ട് പിടിച്ചിട്ട് പിന്നെ പറയണത് വലത്തെ ഭാഗത്തേക്കാണ് കേട്ടോ. വലത്തെ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വലത്തെ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക. ഈ വലത്തെ ഭാഗം എന്നുള്ളത് ആദ്യം നിങ്ങൾ വലത്തെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് രണ്ടാമത് ഈ ഹുക്കിട്ട് പിടിക്കുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് തിരിച്ചാലും മതി. ആദ്യം തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരണം. അത്രേ ഉള്ളൂ കേട്ടോ. രണ്ടും ഒരേ വശത്തേക്ക് ആവരുത് കേട്ടോ. ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിരിഞ്ഞ് 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 കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്, ആദ്യം നിങ്ങൾ എങ്ങോട്ടാ തിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പിരിയും. അല്ല രണ്ടും ഒരേ വശത്തേക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇതായി കിട്ടില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കില്ല അത് കേട്ടോ. നല്ല വൃത്തിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും എടുക്കേണ്ടത്. അത് ആദ്യം വലത്താണെങ്കിൽ പിന്നെ ലെഫ്റ്റ്, ആദ്യം ലെഫ്റ്റ് ആണെങ്കിൽ പിന്നെ റൈറ്റ്, അങ്ങനെ എടുക്കേണ്ടത് കേട്ടോ. കേട്ടോ ഇങ്ങനെ കെട്ടിയെടുക്കാം. അടിപൊളിയായിട്ട് കെട്ടിയെടുക്കാം കേട്ടോ. നല്ല ഇനി ഇങ്ങനെ അഴിഞ്ഞ് വരുമൊന്നുമില്ല. വലത്തോട്ട് ഇടത്തോട്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. മനസ്സിലായിട്ടുണ്ടാവണം.
അപ്പോൾ ഇനി ഞാൻ ഈ ബാക്കിയുള്ള ഹുക്ക് കൂടി കെട്ടിയിട്ട് അടുത്ത കെട്ടാളെ പരിപാടി നോക്കാം കേട്ടോ. ഇത് കൂടി ഞാൻ കെട്ടിയെടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഒരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹുക്കൊക്കെ നോക്കി 6 സെറ്റ് കെട്ടി കഴിഞ്ഞു. 6 ഹുക്കും കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈരനെ നോക്കി എടുക്കുക. അപ്പോൾ ഇതൊരു 2 അടി ഉണ്ടാവും. 2 അടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ചൊക്കെ ഈര എടുക്കുക കേട്ടോ. ഇന്ന് എടുക്കുക. ഇന്ന് എടുത്തിട്ട് നോക്കി നല്ല നീട്ടത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കാണണമെന്ന് ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ ഇതിൻ്റെ തുമ്പത്തായിട്ട് ഇവിടെ കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തിരിക്കാനുള്ള കമ്പി ഇവിടെ തുമ്പത്ത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിക്കാനുള്ള കമ്പി ഇവിടെ തുമ്പത്ത് കെട്ടി എന്നിട്ട് അടുത്ത ഭാഗത്ത് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. ഇത് കുറേ തിരിക്കണം കേട്ടോ. ഒരുപാട് തിരിക്കേണ്ടി വരും. ഇത്രയും നീട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കുറേ നേരം തിരിക്കുക. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ പിരിഞ്ഞൊരു ടൈറ്റ് പോലെ വരും. നന്നായി തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തിരിച്ച് ഇടുക കേട്ടോ. കുറേ ആയിട്ട് തിരിക്കുമ്പോഴേ ഒരു ടൈറ്റ് പോലെ ആവണത്. അപ്പോൾ ഒരു 20 മേലൊക്കെ വേണ്ടി വരും. നേരത്തെ നമ്മളൊരു 10-15 ആകുമ്പോൾ ടൈറ്റ് ഉണ്ടായിരുന്നു. 20 മേലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ് ടൈറ്റായി. നമ്മളിപ്പോൾ ഇത് ഇടത്തെ ഭാഗത്ത് തിരിയുന്നത് കുറേ തിരിച്ചു കേട്ടോ. തിരിച്ചു കഴിഞ്ഞിട്ട് നോക്കി ഏകദേശം ഇതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് പിടിക്കുക. ഈരയുടെ ഇങ്ങോട്ട് പിടിക്കുക. ഇത് വലത്തോട്ട് തിരിച്ചു കൊടുക്കുക. നമ്മളിങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഈ ഹുക്കിൻ്റെ അവിടേക്ക് അടുപ്പിച്ച് കിട്ടും. ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പിച്ച് ഇങ്ങനെ പിരിഞ്ഞ് പോക്കോളും. അപ്പോൾ നമ്മൾ അറ്റം വരഞ്ഞിങ്ങനെ പിരിക്കണം. പിരിച്ചെടുക്കുക. അങ്ങനെ പിരിച്ച് എടുക്കുക കേട്ടോ. പിരിഞ്ഞ് അറ്റം വരെ നന്നായി അടുപ്പിച്ച് പിരിക്കുക. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടുപ്പിച്ച് പിരിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നന്നായി അടുപ്പിച്ച് പിരിഞ്ഞ് കിട്ടും. കുറച്ച് അകത്തി പിടിച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി പറ്റം വരെ നല്ല അടുപ്പിച്ച് പിരിഞ്ഞു. നന്നായി പിരിഞ്ഞിട്ട് നല്ല രീതിയിൽ പിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നൂരെടുക്കാം. നൂരെടുത്തിട്ട് ഇതിങ്ങനെ ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തു. ഇത്രയും എടുത്തുവിട്ടാൽ നമ്മൾ കെട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പിരിച്ചെടുത്തേക്ക് കേട്ടോ. ഈര തന്നെ നമുക്ക് ഹുക്കില്ല. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി ഇതിങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മടക്കിയിടുക. ഇനി അടുത്ത പരിപാടി നോക്കാം നമുക്ക് ഫ്രണ്ട്സ്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് കഴിഞ്ഞാൽ ബ്രൈഡ് വെച്ച് കെട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ബ്രൈഡ് ചുറ്റി എടുത്തിട്ടുണ്ടല്ലോ. അതിങ്ങനെ എടുക്കുക. അതിന് മുന്നേ നമ്മുടെ ഈ ഹുക്കുകളിനെ ഒപ്പാക്കി എടുക്കണം. അപ്പോൾ ഈ ഹുക്കുകളിൽ നിന്ന് അങ്ങനെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒപ്പാക്കി കിട്ടും. എല്ലാ ഹുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാലേ ഒപ്പം കിട്ടും. മൊത്തം ഇങ്ങനെ എടുത്തില്ല. ഹുക്ക് മൊത്തം ഇങ്ങനെ ഒപ്പായിക്കണ്ട. ഇങ്ങനെ ഒപ്പം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് നോക്കിയാൽ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇതിപ്പോൾ എത്രയും ഉണ്ടാവും? ഒരു 2 ഇഞ്ച്. 2 ഇഞ്ച് നമ്മൾ തീറ്റാരുടെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്ന ഭാഗമല്ലേ, ഇങ്ങോട്ടൊരു 2 ഇഞ്ച് ഇടുക. എന്നിട്ട് നോക്കിയാൽ നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ള ഈ രീതിയിൽ ഇതിനെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങോട്ട് വയ്ക്കുക. ഇവിടെ വെച്ചു. ഇതിപ്പോൾ ഇങ്ങോട്ട് നിൽക്കണ്ട കേട്ടോ. മടക്കേൻ്റെ യു പോലെ ടൈപ്പുള്ളത് പുറകിലോട്ട് വെച്ചു. എന്നിട്ട് നോക്കിയാൽ ഇങ്ങനെ ഈ 2 ഇഞ്ചിൽ നമ്മൾ ഈ ബ്രൈഡ് കെട്ടി കൊടുക്കണം. ഇങ്ങനെ ഇട്ട് പിടിച്ചിട്ട് ബ്രൈഡ് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. ഇതിന് കൊടുക്കിട്ടിട്ട് ഇട്ടാലും മതി. ഒരു ബ്രൈഡും ഒരു കൊടുക്കിട്ടിട്ടേ അതിലിട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കെട്ടണത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടേ
എടുത്തപ്പോൾ ഇങ്ങനെ കണ്ട് പെട്ടെന്ന് എടുത്തു ഉണ്ടോ. അപ്പോൾ ഇതോടെ കെട്ടായി. ഇങ്ങോട്ട് 2 ഇഞ്ച് നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി. ഇത് ഇതിനെ നോക്കിയാൽ ഇവിടെ നന്നായി ചുറ്റി കൊടുക്കുക. കുറേ ചുറ്റുക. കുറച്ചുകൂടി ബ്രൈഡ് അയച്ചിട്ടുണ്ട്, കാണാണ്ടാവില്ല അല്ലേ. ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നന്നായി ചുറ്റിയിട്ട് നോക്കിയാൽ ഇതിങ്ങനെ എടുക്കുക. കെട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇങ്ങനെ പിടിക്കുക, ഇടുക. ഇതോടെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാടാ. എന്നിട്ടിങ്ങനെ ഉള്ളി കൂടെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കെട്ടാവും. കേട്ടോ, ഇവിടെ കെട്ടായി. ഇവിടെ ഇങ്ങനെ കെട്ടിയെടുക്കണം. ഇവിടെ കെട്ടിയെടുക്കണം. ഇവിടെ നന്നായി കെട്ടണം. ഇങ്ങനെ ഒരു ചുറ്റുവിടും ചുറ്റിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ കേട്ടാ ഇങ്ങനെ വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മുറുകി കിട്ടും. ഇങ്ങനെ വലിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. കൈ സ്ലിപ്പായി ഹുക്കുമ്പൊന്നും കയറണ്ട. ഇത് നോക്കിയേ, ഇത് കണ്ട ഇതിങ്ങനെ എടുക്കുക. മനസ്സിലായിട്ടോ? ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് നോക്കിയത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ പിടിക്കുക. കേട്ടോ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം മൊത്തം കിടത്തിയിട്ട് ഇവിടെ കൊണ്ടുവരിക, വലിയ അവിടെ കെട്ടാവും. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ കെട്ടായി ഇട്ട് കൊടുക്കാം. 3 പ്രാവശ്യം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നോക്കിയേ, ഇവിടെ നല്ല കെട്ടായി കിട്ടി. ഇത് കണ്ട ഇങ്ങനെ നല്ല കെട്ടായി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പുറകിലേക്ക് നിൽക്കണില്ലേ, ഈ പുറകിലേക്ക് നിൽക്കണതൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ള കേട്ടോ. ഇത് മാത്രം നിർത്തിയിട്ട് ഇത് കണ്ട പുറകിലേക്കുള്ളത് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്ത് കളയട്ടെ. ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഒരു കട്ട് ചെയ്തു കേട്ടോ. ഇത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ കണ്ട ഇതിപ്പോൾ ഇങ്ങനെ അതിൻ്റെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കെട്ടി എടുത്തു. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇതല്ലേ, ഇതിൽ കൂടെ മുത്ത് കടത്തി എടുക്കണം കേട്ടോ. ഒന്ന് നോക്കിയേ, ഈര വെച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുത്തിൻ്റെ ഹോള് കുറച്ച് വലിപ്പം കുറവാണ്. അപ്പോൾ അത് കാരണം ഇത് ഇങ്ങനെ ഒരു ഈരട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഈര ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇവിടെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തി. കണ്ടോ, പുറകിൽ ഇങ്ങനെ വെച്ചു. ഇതിലിട്ടി കണ്ടോ, മുത്തിനോട് ഇട്ട് കൊടുത്തു. മുത്തോടെ ഇട്ടിട്ട് പിന്നെ ഈ ബ്രൈഡിൽ ഇവിടെ കെട്ടി ബാലൻസ് നിൽക്കണത് ഇപ്പുറത്തേക്ക് എടുക്കുക ചെയ്യുന്ന കേട്ടോ. കണ്ടോ, ഈ മുത്തിൻ്റെ ഇപ്പുറത്തേക്ക് മുത്ത് ഊരി പോകാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് ഇട്ട് കെട്ടണം ചെയ്യുന്നത്. അപ്പോൾ ഈ മുത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ അതിങ്ങനെ ഇടുക. എന്നിട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഈ 3 കെട്ട് ഇതിടുക. കണ്ട, അപ്പോൾ ഇനി മുത്തങ്ങോട്ട് ഊരിപ്പോവില്ല. മുത്ത് ഊരിപ്പോവില്ല മാത്രമല്ല, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കെട്ടിയിട്ടുള്ളതാണ്. ഇവിടെ മാത്രം ഇട്ട് കെട്ടി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിപ്പോവും. അപ്പോൾ ഈ മുത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കെട്ടുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുത്തിനെ ഒരു വട്ടം ഇങ്ങോട്ട് ഇട്ട് കെട്ടിയിട്ട് ഇനി പുറത്തേക്ക് വീണ്ടും ഇത് ഇവിടേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലേക്ക് പുറത്തെ ഭാഗത്തേക്ക് വീണ്ടും ഇട്ടു. എന്നിട്ട് ഇവിടെ കുറച്ച് ചുറ്റിട്ട് കൊടുത്തു. കണ്ടോ, ഇവിടെ തന്നെ കുറച്ച് ചുറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നല്ല ടൈറ്റായി കിട്ടും. ഒന്ന് പിടിച്ചിട്ടേ പുറത്തേക്ക് ഇട്ടിട്ട് മുത്തിൻ്റെ പുറത്തേക്ക് ഇട്ടു കേട്ടോ. ചുറ്റി വലിച്ചു വീണ്ടും അവിടെ ഒരു 2 കെട്ടിട്ട് കൊടുക്കുക. 1 2 കെട്ടിട്ടു. ഇപ്പോൾ ഇത് ബ്രൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ മുത്തിഞ്ഞ് ഊരി പോവില്ല, നല്ല സ്ട്രോങ് ആയി. പക്ഷേ ഒരു വട്ടം കൂടി നമുക്ക് ഇങ്ങോട്ട് ഇടാം. കേട്ടോ, ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇവിടെ ഒരു ചുറ്റിട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ അത് നല്ല സ്ട്രോങ് ആയി. പിന്നെ ഇപ്പുറത്തേക്ക് വീണ്ടും തന്നെ ഇടുക, ഒരു ചുറ്റിയിട്ടാൽ. അപ്പോൾ 4 പ്രാവശ്യവും ബ്രൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഇവിടെ നിന്ന് 4 പ്രാവശ്യവും. പിന്നെ തീരെ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, ഈര ഇവിടേക്ക് ഊരി പോവില്ല. ഇവിടുത്തെ ഇങ്ങോട്ട് പെടുത്തായി. പിന്നെ അവിടെ അത് സെറ്റായിട്ടാ പുറത്തിട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു 3-4 കെട്ട് കിട്ടുക.
കണ്ടേ. അപ്പോൾ അത് നമ്മുടെ പുറകു വശം അടിപൊളിയായി കിട്ടി. ഇനി ഇവിടെയാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ബ്രൈഡ് നേരത്തെ കെട്ടിയതിൻ്റെ ഒരു തുമ്പ് നിൽക്കുന്നുണ്ട്, അത് കട്ട് ചെയ്ത് കളയത്. പിന്നെ അത് മാത്രമല്ലടാ, നമ്മൾ ഇത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഈ തുമ്പ് കൂടെ നിൽക്കുന്നുണ്ട്, അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കണ്ടോ, ഈ തുമ്പ് കട്ട് ചെയ്ത് കളയാ. കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ആ ബ്രൈഡിൻ്റെ ചെറിയ തുമ്പ് നിൽക്കുന്നുണ്ട്, അതും കട്ട് ചെയ്ത് കളയട്ടെ. കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹുക്കുകൾ ഇങ്ങോട്ട് നിൽക്കണില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. കണ്ടോ, ഒരു ഹുക്ക് ഇവിടുത്തെ എവിടെയെങ്കിലും കണ്ടോ, ആദ്യത്തെ ഈ സൈഡിലുള്ള ഒരെണ്ണം എടുക്കുക. അങ്ങനെ നോക്കിയാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിങ്ങനെ എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, ഇതിൻ്റെ അവസാനത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഒന്ന്, അതുപോലെ കണ്ടോ, 2, 3, ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. 4 കേട്ടോ. അപ്പോൾ കണ്ടോ, 4 ഇതിങ്ങനെ ഇട്ടു. നോക്കിയേ, 4 അവിടെ ഈ കടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതേപോലെ ബാക്കി എല്ലാത്തിനും ഇടണം ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ അടുത്ത് വരണ ഹുക്ക് ഏതാന്ന് നോക്കുക. അടുത്ത് ഇതാ വരണത്, ഇതിനെ പിടിക്കുക. അതേപോലെ നോക്കിയാൽ ഇങ്ങനെ എടുക്കുക, ഒരു 4 ഇട്ട് കൊടുക്കുക. കേട്ടോ, ഉള്ളിക്കൂടെ എടുക്കുക, ഇട്ടു, ഉള്ളിക്കൂടെ എടുക്കുക, ഇട്ടു, ഉള്ളിക്കൂടെ എടുക്കുക. ഇതിങ്ങനെ വലിക്കുക. കേട്ടോ, വലിക്കുമ്പോൾ ഇവിടെ കെട്ടാവും. ഒരു 4 കണ്ടോ, ഇവിടെ ഇങ്ങനെ കെട്ടായി. പിന്നെ ഇതിപ്പോൾ എടുത്താണ് വരണേ കേട്ടോ, അത് അങ്ങോട്ട് ഊരി പോകാണ്ടിരിക്കാൻ. ഇത് ഈ ഹുക്ക് അങ്ങോട്ട് ഊരി പോകാണ്ടിരിക്കാൻ ഇപ്പോൾ എടുത്താവും ചെയ്യും. പോരാത്തതിന് ഇതിന് വിരിഞ്ഞ പോലെ ആവും ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ 2 കെട്ടി, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് എടുക്കുക, തൊട്ടിപ്പുറത്തുള്ളത് എടുക്കുക. കണ്ടോ, പിന്നെ പിടിക്കുക, നേരത്തെ പോലെ നോക്കിയാൽ ഉള്ളിക്കൂടെ എടുക്കുക. 1, 2, 3, 4 കണ്ടോ. ഇപ്പോൾ എന്തൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹുക്ക് ഇങ്ങോട്ട് ഊരി പോരില്ല, അവിടെ പിടുത്താവും. ആ പിടുത്താവണതിനനുസരിച്ച് ഇതിങ്ങനെ വിരിഞ്ഞ് വരും. അപ്പോൾ ഈ വിരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ അടുത്തടുത്ത് കണ്ടോ ഇങ്ങനെയുണ്ട്, അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. പിന്നെ ഇതാ വരണത്, ഇതെടുക്കുക, ഇതെടുത്തിട്ട് അതേപോലെ ഇട്ട് കൊടുക്കുക. ഒരു 4, 1, 2, 3, 4 കണ്ടോ. ഇനി അടുത്ത് ഇത് വരണം കേട്ടോ. 1, 2, 3, 4 പിന്നെ അടുത്ത് നോക്കുക. ഇനി ഇതാ വരണേ, ഇതായി, ഇനി 2 കൂടി ഉണ്ട്. ഇത് 2 അല്ല, ഒരെണ്ണം. ഇനി ഇതുള്ളൂ കേട്ടോ. ഇത് 1, 2, 3, 4 അപ്പോൾ അതെല്ലാതുമായി. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യം കെട്ടിയുണ്ട്, അവിടെ ആദ്യം കെട്ടിയ ഹുക്ക് വരും. ഇത് ആദ്യം കെട്ടിയ ഹുക്കാണ് കണ്ടോ. ഈ ആദ്യം കെട്ടിയ ഹുക്കുമ്പോൾ ഒന്നുകൂടിയും കെട്ടുക, ഇങ്ങനെ വരേണ്ടത്. ആദ്യം കെട്ടിയതുമ്പോൾ ഇട്ട് 4 കെട്ട് കെട്ടുക. 1, 2, 3, 4 കട. ഒക്കെ പിടുത്തായി, 4 പിടുത്തായി, എല്ലാ ഹുക്കും പിടുത്തായി. ഇങ്ങനെ വരാട വിരിഞ്ഞ് വരും കട, ഇങ്ങനെ ആയി കിട്ടും. അപ്പം അത് കഴിഞ്ഞ് ഇതിനെ ഈ പുറകിലേക്ക് തന്നെ ഇവിടെ ചുറ്റി കുറച്ച് കൂടുതൽ കെട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പുറകിലിട്ടിട്ട് ഇനി അഴിഞ്ഞ് പോകാണ്ടിരിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു 3-4 കെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 1, 2, 3, 4, 5
അപ്പോൾ ഇനി 5 പോരെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. ഒരു 5, 6, 7, 8 അത്രയും കുഴപ്പമില്ല. കേട്ട് കഴിഞ്ഞ് പോരുത്. 6, 7 ഞാൻ ഇട്ടു. ഇനി കഴിഞ്ഞ് പോലിയ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈ ബ്രൈഡ് കൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. നമ്മുടെ കെട്ടി കഴിഞ്ഞിട്ടാ കേട്ടാ. അതിങ്ങനെയാണ് വരിക. കെട്ടി ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഹുക്ക് കെട്ടിലൊക്കെ കഴിഞ്ഞു കണ്ട. ഇങ്ങനെയാണ് അത് വരിക. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഈ ഹുക്ക് ഉണ്ടല്ലോ, ഈ ഹുക്കിൻ്റെ പഴയ മോഡൽ, പഴയ ടൈപ്പ് കനം കുറഞ്ഞ നമ്മുടെ അവിടെ ഉണ്ടാക്കണ ഹുക്ക് കിട്ടാണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ പുറകിൽ ഹോളുള്ള ടൈപ്പാണ് ഈ ഹുക്ക്. ഈ ഹുക്കല്ല, പുറകിൽ ഹോളില്ലാണ്ട് ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള ടൈപ്പ് ഉണ്ടാവും. പഴയ ഒരു കറുത്ത ഹുക്ക് ഇവിടെ സാധാരണ ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ ആദ്യം കിട്ടിയിരുന്നു. പിന്നെ കരുവിന്നൂർ ഒരു അപ്പാപ്പൻ്റെ കടയുണ്ട് ആ വഴിയിൽ തന്നെ, അവിടെ നിന്ന് കിട്ടാറുണ്ട്. ഇപ്പോഴൊന്നല്ല, അതൊരു 5-8 വർഷമായിട്ടുണ്ട്. ആ സമയത്തൊക്കെ കിട്ടിയിരുന്ന ഹുക്കാണ്. ആ ഹുക്കാണ് ഇങ്ങനത്തെ സെറ്റിന് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ ഇങ്ങനത്തെ ഹുക്ക് നല്ലതല്ല എന്നല്ല പറയണേ. അതാകുമ്പോൾ തീറ്റയുടെ ഉള്ളിൽ കയറ്റി വയ്ക്കാനും പിന്നെ വളരെ കനം കുറഞ്ഞതാണ്. പെട്ടെന്ന് മീനുകൾ ലോക്കാവാനും സാധ്യതയുണ്ട്. ആ ഹുക്ക് ഞാൻ കുറേ അന്വേഷിച്ച് കിട്ടിയില്ല. ഞാനിപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഹുക്കിനെ കാണിക്കാം ഞാൻ. അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഇരിക്കുന്നത്. ബാക്കിൽ പരപ്പനായിട്ട് ഇങ്ങനെ പരന്നിട്ട്, ബാക്ക് പരന്നിട്ടായിരിക്കും. പിന്നെ ഹുക്ക് വളരെ സ്ലിമ്മാണ്, ബ്ലാക്ക് കളറ്. ആ ഹുക്ക് ഇപ്പോൾ വരുന്നില്ല, സാധാരണ കടകളിൽ നിന്ന് കിട്ടാറുള്ളതാണ്. അത് സൂപ്പർ ഹുക്കാട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് മീനുകൾ ലോക്കാവാറുണ്ട് അത് വെച്ച് കിട്ടുമ്പോൾ. ഇതിൻ്റെ തന്നെ വളരെ കനം കുറഞ്ഞ ഹുക്കുകൾ നല്ലതാണ് നമ്മൾ ചെയ്യണത്. ഇത് കുറച്ച് കനം കൂടുതൽ 14ൻ്റെ കനം കൂടുതലുള്ളതപ്പോൾ കിട്ടുന്നത്. ഇത് കുറച്ച് കനം കുറഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ മീനുകൾ പെട്ടെന്ന് ലോക്കാവും. ഇതാണ് ഇത്രയുള്ള പരിപാടി കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ 6 ഹുക്ക്. ഇതിൻ്റെ കൂടുതൽ ഹുക്കിട്ട് കെട്ടണ്ട കേട്ടോ. നമുക്ക് തോന്നുമ്പോൾ 8 10 കെട്ടി കഴിഞ്ഞാൽ നല്ലതാണ്. അത് വലിയ റിസൾട്ട് ഇല്ല കേട്ടോ. 6 ഇടാൻ പാടുള്ളൂ. അത്യാവശ്യം നമ്മൾ തീറ്റയിൽ ഇത് ഇത്ര ഗ്യാപ്പിൽ വെച്ച് കൊടുക്കണം തീറ്റ വയ്ക്കുമ്പോൾ. അപ്പോൾ അടുപ്പിച്ച് കുറേ വയ്ക്കുമ്പോൾ മീൻ ലോക്കാവൽ കുറവാട്ടോ. അത്യാവശ്യം കുറച്ചുണ്ടാകുമ്പോൾ ഹുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈരയിൽ മാത്രമല്ല കേട്ടോ, അത് നെയിലോ നൂലൊക്കെ വെച്ച് കെട്ടാം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നെയിലോ നൂല് വെച്ച് കെട്ടുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യം കാണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ വളരെ കുറേ മുന്നേ. അതിങ്ങനെയല്ല, പിരിച്ചിട്ടല്ല, പിരിക്കാണ്ട്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ഈ ഈര പിരിക്കാണ്ട് കെട്ടിയിടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിരിക്കാണ്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കില്ല കേട്ടോ. പിന്നെ പോരാത്തതിന് ഇതിങ്ങനെ ഒടിഞ്ഞ് കിടക്കുള്ളൂ, അങ്ങോട്ട് കിടക്കുള്ളൂ, ഇങ്ങനെ നിൽക്കില്ല. ഇത് നമ്മൾ ഇങ്ങനെ നിൽക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു നല്ല കാര്യം. ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് തീറ്റ വയ്ക്കാനൊക്കെ ഭയങ്കര സൗകര്യം. നൈലോൺ നൂലിട്ട് കെട്ടുമ്പോൾ ഇങ്ങനെ നിൽക്കില്ല, നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്ന പരിപാടിയാണ്. നൈലോൺ നൂല് കെട്ടുന്നത് വേറെ ഒന്നിനല്ല, അത് കുറച്ച് സ്ട്രോങ് ആവും ഒന്നുകൂടി. അപ്പോൾ വലിയ മീനുകൾ കട്ടിലൊക്കെ ഉണ്ടെങ്കിലേ കട്ടിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കട്ടിലുണ്ടെങ്കിൽ ഈ 14 സൈസിൻ്റെ ഹുക്ക് കുറച്ചുകൂടിയും കൂട്ടി വെടിയും നല്ലതാണ്. ഒരു 18, 17 വെടിയുക കട്ടിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ. എന്നിട്ട് നമ്മളിതിൽ വയ്ക്കുമ്പോൾ കട്ടില എയർ എടുത്ത് തീറ്റെടുക്കലും ചെയ്യുക. ഈ സാധനം എടുക്കുമ്പോൾ മൊത്തം ഹുക്ക് വായിൽ കയറും. ഈ ചെറുപ ഹുക്ക് ഇപ്പോൾ ഇത് തൂളി റോഹു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കട്ടില കിട്ടില്ല എന്നല്ല പറയണത്. അബദ്ധവശാൽ വന്ന് ലോക്കായാലും ഇത് വലിയ വലിപ്പമുള്ള വായ കഴിഞ്ഞാൽ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹുക്ക് വലിപ്പമുണ്ടെങ്കിൽ ലോക്കാവും കട്ടിലയുടെയൊക്കെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്ത് കാണിച്ചു തരാം.